സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് UGC നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ്. വൈസ് ചാൻസലർ നിയമനം ഏതാണ്ട് പൂർണ്ണമായി ചാൻസലറുടെ ഇംഗിതത്തിന് വിടുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അതിനൊപ്പം അധ്യാപക നിയമനത്തിലും വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് UGCയുടെ പുതിയ പരിഷ്കാര നിർദ്ദേശങ്ങളിൽ. അധ്യാപകരാകുന്നതിന് നിലവിൽ അക്കാഡമിക് മികവിൻ്റെ സൂചനകൾ അത് കണക്കാക്കുന്നൊരു രീതിയുണ്ട്. ആ രീതി മാറ്റുന്നു. അധ്യാപനത്തിന് നേരത്തെ നെറ്റ് നിർബന്ധമായിരുന്നു യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും. അതിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നു. അങ്ങനെ പല മാറ്റങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. പൊതുവിൽ എന്താണ് UGC ഉദ്ദേശിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചും കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഗവർണർ ചാൻസലർ ആയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചാൻസലർ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നും മറ്റ് നിയമനങ്ങളിൽ എങ്ങനെയാണ് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഇത് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമമാണോ? ഈ സർവകലാശാലകളുടെ ഭരണത്തിൽ കേന്ദ്ര ഭരണം കൈയാളുന്ന BJPക്കും അതിനെ നിയന്ത്രിക്കുന്ന RSSനും കൂടുതൽ സാന്നിധ്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്നൊക്കെയുള്ള ആശങ്കകളും ഉണ്ട്. നമുക്കിപ്പോൾ ഉള്ളത് രാജ്യത്ത് അറിയപ്പെടുന്ന അക്കാഡമീഷ്യനും കാലടി സംസ്കൃത സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ MV നാരായണനാണ്. സ്വാഗതം സർ ഈ ഡിസ്കഷനിലേക്ക്. പ്രാഥമികമായി എന്താണ് തോന്നുന്നത് ഈ പുതിയ നിർദ്ദേശങ്ങൾ കാണുമ്പോൾ? ഒന്നാമത് ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, മുൻപേ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതി വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷനാണ് ഇതിൽ വരുന്നത്. കാരണം സർവകലാശാലകൾ, അത് സെൻട്രൽ സർവകലാശാലകളാണെങ്കിലും സംസ്ഥാന സർവകലാശാലകളാണെങ്കിലും, അവയുടെ മുകളിലുള്ള പൂർണ്ണമായ നിയന്ത്രണാധികാരം കേന്ദ്ര സർക്കാർ കൈയാളുന്നതിൻ്റെ കൃത്യമായ പദ്ധതിയാണ് ഇതിനകത്ത് വരുന്നത്. അത് ഗവർണർമാരായ ചാൻസലർമാരിലൂടെ വൈസ് ചാൻസലർ നിയമനം പൂർണ്ണമായി കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അധ്യാപക നിയമനത്തിൽ പുതിയ രീതിശാസ്ത്രങ്ങൾ കൊണ്ടുവരുന്നത് വഴി മെറിറ്റിനേക്കാളും ഒക്കെ പ്രധാനമായ മറ്റു ചില പരിഗണനകൾ കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ ഇത് വേറൊരു വിധം രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ കൃത്യമായി വറുതിയിൽ നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇതിൽ കാണുന്നത്. ഇത് മുൻപേ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ തന്നെ അതിൽ കോടതി വിധികൾ, പല ഘട്ടങ്ങളിലായി ഗവർണർമാർ, ചാൻസലർമാരും സർക്കാരുകളുമായിട്ടുള്ള സംഘർഷങ്ങൾ, അതിൽ കൊടുത്തിരിക്കുന്ന കേസുകൾ, ഇവയെല്ലാത്തിൻ്റെയും ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴുള്ള ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് വന്നിരിക്കുന്നത്. അത് വളരെ അപകടകരമാണ് എന്ന് സംശയാതീതമായി തന്നെ പറയേണ്ടി വരും. റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വൈസ് ചാൻസലർ നിയമനത്തിൻ്റെ കാര്യം എടുക്കാം. വൈസ് ചാൻസലർ നിയമനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും പശ്ചിമ ബംഗാളിലാണെങ്കിലും പൊതുവിൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ചാൻസലർ സ്ഥാനം അലങ്കരിക്കുന്ന ഗവർണർ ഈ നിയമനങ്ങളിൽ വലിയ തോതിൽ ഇടപെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ അധികാരം, അതായത് ഈ വൈസ് ചാൻസലറെ നിർണ്ണയിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയെ നിയമിക്കുന്നതിനുള്ള അധികാരം ചാൻസലർക്കാണ് എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ചുള്ള കമ്മിറ്റിയെ നിശ്ചയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കരട് ഭേദഗതി പ്രാബല്യത്തിലായിക്കഴിഞ്ഞാൽ പൂർണ്ണമായും അത് ചാൻസലറുടെ നിയന്ത്രണത്തിലാകുന്നൊരു സാഹചര്യമാണോ ഉണ്ടാവുക? അതെ, പൂർണ്ണമായും ചാൻസലറുടെ നിയന്ത്രണത്തിലാവുകയും അതിൻ്റെ ചെയർപേഴ്സൺ, സിലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആര് വേണം എന്നത് ചാൻസലറുടെ നോമിനി ആരാണോ അദ്ദേഹമായിരിക്കും ഈ സിലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആവുക. മാത്രമല്ല, ഈ സിലക്ഷൻ കമ്മിറ്റിക്ക് 1 പേരോ 2 പേരോ ആയിട്ട് കൊടുക്കാനുള്ള അവകാശമില്ല. 3 തൊട്ട് 5 പേരുകൾ കൊടുക്കണമെന്നും അന്തിമമായ തീരുമാനമെടുക്കാൻ പൂർണ്ണമായ അധികാരം ചാൻസലർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാൻസലറാണ് ഈ കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ചാൻസലറാണ് അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. ചാൻസലറാണ് അവസാനത്തെ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർ നിയമനം പൂർണ്ണമായും
കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ ഗവർണർ, അദ്ദേഹം ബൈ വെർച്യൂ ഓഫ് ബീങ് ദ ഗവർണർ ചാൻസലർ ആവുകയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ നിയന്ത്രണാധികാരത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണാധികാരത്തിൽ വരുന്നു. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ മുൻപ് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചാൻസലർ എന്ന് പറയുന്നത് ഒരു അക്കാഡമീഷ്യൻ അല്ല. ഗവർണർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് ഭരണഘടന പ്രകാരം യാതൊരു ബിരുദമോ ക്വാളിഫിക്കേഷൻസിനോ ആവശ്യമുള്ള ഒരാളല്ല. ആയതിനർത്ഥം അക്കാഡമിക് മേഖലയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ വളരെ അപകടകരമായ ധാരണകളുള്ള ഒരാൾ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ഇതെത്തും. സർവകലാശാലകളുടെ സ്വയം നിയന്ത്രണാവകാശം അല്ലെങ്കിൽ അധികാരം എന്നത് പൂർണ്ണമായി നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർവകലാശാലകളുടെ പൂർണ്ണമായ ചിലവും അതിനുള്ള എല്ലാ പിന്തുണയും നൽകുന്നത്, അതിന്റെ നിയമനിർമ്മാണം നടത്തുന്നതും സംസ്ഥാന സർക്കാരും സംസ്ഥാന നിയമസഭയുമാണെന്നിരിക്കെ ആ സംസ്ഥാന സർവകലാശാലകളുടെ നിയമനം, വൈസ് ചാൻസലർ നിയമനം പൂർണ്ണമായി ചാൻസലർ ഏറ്റെടുക്കുന്നതോടെ അത് സംസ്ഥാന സർക്കാരുകളുടെ താല്പര്യങ്ങൾക്കോ പ്രാദേശികമായ പരിഗണനകൾക്കോ അതത് മേഖലകളിൽ അതത് സംസ്ഥാനങ്ങളിൽ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ രീതി വേണ്ടത് എന്ന് നിർണയിക്കുവാനുള്ള സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങൾക്കോ വിഘാതമായിട്ട് വരികയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്നത്, അത് ഇതിൽ വളരെ പ്രധാനമാണ്. ആരെയാണ് വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ കഴിയുക എന്നതിൽ വലിയ മാറ്റങ്ങളാണ് ഇക്കുറി ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ മാറ്റിയിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, മുൻപ് 10 വർഷം പ്രൊഫസർ പരിചയമുള്ള, അത് ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഗവേഷണ സ്ഥാപനത്തിലോ പരിചയമുള്ള ഒരാളെയാണ് വൈസ് ചാൻസലറായിട്ട് നിയമിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാവും. ഇപ്പോൾ അത് അത്തരം പ്രൊഫസർ ഇൻ ആൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് at a senior level in reputed research or academic administrative organizations, or at a senior level in industry, public administration, public policy, and or public sector undertakings with a proven track record of significant academic or scholarly contributions shall be eligible to be appointed as vice chancellor. ഇത് വളരെ ഗുരുതരമായ കാര്യം. കാരണം ഇതിനർത്ഥം ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥനെ, അത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലായിരിക്കാം, അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു PhD എടുത്തിട്ടുണ്ടാവാം, അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗവേഷണ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവാം, അല്ല എന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് UGC, CSR മുതലായ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറായിരിക്കാം. ഇനി അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, പബ്ലിക് പോളിസി നിർണ്ണയിക്കുന്ന ഒരു സംഘടനയിൽ, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കും ഇത്തരം അപ്പോയിന്റ്മെന്റ് കിട്ടാം. ആരൊക്കെയാണ് പബ്ലിക് പോളിസി ഏരിയയിൽ വർക്ക് ചെയ്യുന്നത്? അത് വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സംഗതികളായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെ പോഷക ഓർഗനൈസേഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ നിന്നും വരെ ആളുകളെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കാം, വ്യവസായികളെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കാം. ചുരുക്കത്തിൽ ഈ സ്റ്റിപ്പുലേഷൻസ്, ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ ആർബിട്രറി ആയിട്ട് തുറന്നു കൊടുക്കുകയും ആരെ വേണമെങ്കിലും വെക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് ഇത് എത്തുകയുമാണ്. ഇത് ഒരു വശത്ത് യൂണിവേഴ്സിറ്റികളും ഇൻഡസ്ട്രിയും മറ്റുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ലാക്കുകൾ ശ്രദ്ധിക്കാതെ പോകാൻ കഴിയുകയില്ല. ഇതിനർത്ഥം പ്രത്യേകിച്ച് നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കൊപ്പം നിൽക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥര്, ഇപ്പൊ UGC സീനിയർ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ആരാ സീനിയർ ആയിട്ടുള്ള ആള്? ജോയിന്റ് സെക്രട്ടറി ആണോ, സെക്രട്ടറി ആണോ, ഡെപ്യൂട്ടി സെക്രട്ടറി ആണോ? ഇവരൊക്കെ സീനിയർ ഓഫീസേഴ്സ് ആണ്. ഇവരൊക്കെ വൈസ് ചാൻസലർ ആയിട്ട് വരിക. അല്ല എന്നുണ്ടെങ്കിൽ പോളിസി ഡിസൈഡ് ചെയ്യുന്ന, ഈ പൊതുവെ ഉള്ള സർക്കാരിന്റെ പോളിസികളിൽ കൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൊതുസംഘടനകളായിട്ടുള്ള സംഘടനകൾ ആൾക്കാർക്കും ഇതിനകത്ത് വരാം. കൃത്യമായി വൈസ് ചാൻസലർ നിയമം രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ, കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾ പ്രകാരം രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ
വ്യക്തമായ പദ്ധതിയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. സ്റ്റാൻഡേർഡ്സ് നോംസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യാനാണ് UGCയുടെ നിയമം എന്നുണ്ടെങ്കിൽ, UGC ഏൽപ്പിച്ചിരിക്കുന്നത് ടു മെയിൻറ്റെയിൻ സ്റ്റാൻഡേർഡ്സ് എന്നാണെങ്കിൽ, ഇതോടെ എല്ലാ സ്റ്റാൻഡേർഡ്സും ഇല്ലാതാക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ നമ്മളിതിന് ഇപ്പോൾ നിലവിൽ തന്നെ ഇപ്പോൾ 2014 ശേഷം ഈ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിൻ്റെ വേഗം കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ BA ഹിസ്റ്ററി കോഴ്സിൻ്റെ പാഠ്യപദ്ധതിയിൽ സിലബസിൽ പല കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചിലതൊക്കെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണ നേതൃത്വത്തിലേക്ക് കൂടി ഇതിൻ്റെ വ്യാപ്തി കൊണ്ടുവരിക. അപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതൊരു പക്ഷേ എളുപ്പമായിരിക്കും, മറ്റ് സംസ്ഥാനങ്ങളിൽ അത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് UGCയുടെ ഈ മാർഗനിർദ്ദേശങ്ങളെ നമ്മൾ കാണേണ്ടത്. അല്ല, ഇത് സമഗ്രമായ അധികാരം കൈയാളലാണ്. ഇപ്പോൾ ഹിസ്റ്ററി പുസ്തകത്തിലെ കരിക്കുലത്തിലെ സിലബസിലെ ചില മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ സോഷ്യോളജിയിലെ ചില മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്ന ടിങ്കറിങ് അല്ല ഇത്. ഇത് സമൂലമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ ഒരർത്ഥത്തിൽ അവരുടെ താല്പര്യങ്ങൾ, പ്രത്യയശാസ്ത്ര പരിഗണനകൾക്കനുസരിച്ച് മാറ്റിയെടുക്കുന്നതിൻ്റെ സമഗ്രമായൊരു മാറ്റത്തിൻ്റെ ഭാഗമാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ അപകടം നിൽക്കുന്നത്. ഞാനതിലൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയേണ്ട കാര്യം എന്നുള്ളത്, ഇത് ഈ ഒരു മാറ്റത്തിന് പിന്നിൽ നിൽക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നിയമപരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഈ മാറ്റങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് സുപ്രീം കോടതിയുടെ, ഞാൻ അതിനെ വളരെ അന്യായമായ ഒരു വിധി എന്ന് തന്നെ പറയട്ടെ, ആ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. കല്യാണി മതിവാനൻ കേസിൽ UGCക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാനും വൈസ് ചാൻസലർ നിയമനത്തിൽ ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് ഉണ്ടാക്കുവാൻ പൂർണ്ണമായ അധികാരം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടുള്ളൊരു സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി എന്ന് പറയുന്നത്, അതിനു മുൻപേ ബോംബെ ഹൈക്കോടതി ഈ വിഷയം വളരെ ഗൗരവമായി പരിഗണിക്കുകയും ആ കേസ് സുരേഷ് പാത്തിൽഖഡെ വേഴ്സസ് ചാൻസലർ യൂണിവേഴ്സിറ്റി ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസിൽ ബോംബെ ഹൈക്കോടതി ഇത് വളരെ വിശദമായി പരിഗണിക്കുകയും അതിനു മുൻപുള്ള പല സുപ്രീം കോടതി വിധികളും നിയമപരമായ കാര്യങ്ങളും ഭരണഘടനാ പ്രൊവിഷൻസും ഒക്കെ പരിഗണിച്ചുകൊണ്ട് UGCക്ക് ഇത്തരം ഒരു വൈസ് ചാൻസലർ നിയമനത്തിൽ റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരമില്ല എന്നും, അത് UGC ആക്ടിൽ UGCക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾക്ക് പുറത്തുള്ള കടന്നുകയറ്റമാണെന്നും കൃത്യമായി കണ്ടെത്തുകയും കാര്യകാരണ സഹിതം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും, അതോടൊപ്പം UGC റെഗുലേഷൻ ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആയതുകൊണ്ട് അത് പ്രൈമറി ആയിട്ടുള്ള സംസ്ഥാന നിയമസഭകൾ ഉണ്ടാക്കുന്ന ലെജിസ്ലേഷനെ ഓവർടേൺ ചെയ്യാൻ അത്തരം സബോർഡിനേറ്റ് ലെജിസ്ലേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്നും കൃത്യമായി കാര്യകാരണ സഹിതം നിയമപരമായി വന്നിട്ടുള്ള ആ ജഡ്ജ്മെന്റിനെ തിരുത്തിക്കൊണ്ട്, അതിനെ നിരസിച്ചുകൊണ്ടാണ് പിന്നീട് കല്യാണി മതിവാനൻ കേസിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വരുന്നത്. കോടതി വിധികളെ വിമർശിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. ആ വിമർശനത്തിന്റെ രീതിയിൽ തന്നെ പറയട്ടെ, ആ വിധി എന്ന് പറയുന്നത് നിയമത്തിന് നിരക്കുന്നതല്ല, ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല, കോടതിയുടെ ജുഡീഷ്യറിയുടെ അടിസ്ഥാനമായ പ്രോട്ടോകോളിന് നിരക്കുന്നതല്ല. കാരണം ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുപോലും സംബോധന ചെയ്യാതെ വി ഡു നോട്ട് എഗ്രി, വി റെഫ്യൂസ് ടു അക്സെപ്റ്റ് എന്ന ബ്ലാങ്കറ്റ് ആയിട്ട് അതിനെ ഡിസ്മിസ് ചെയ്യാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, അതിന് കാരണങ്ങൾ എന്താണ്, അതിൻ്റെ നിയമപരമായ വശങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ, അതിലേക്കൊരു നോട്ടം പോലും ഇല്ലാതെ അത് ഡിസ്മിസ് ചെയ്യലും, ആ ഡിസ്മിസ് ചെയ്തതിൻ്റെ ശക്തിയിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് UGCയുടെ റെഗുലേഷൻസ് മുഴുവനും മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനും അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ആ സുപ്രീം കോടതി വിധി നിയമപരമല്ല എന്നത് കൃത്യമായി അതിനെതിരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ തന്നെ അതിനെതിരെ അപ്പീൽ പോവുകയും അത് വ്യക്തമായിട്ട് സ്ഥാപിച്ചെടുക്കുകയും ചെയ്യേണ്ടതാണ് ഇന്നത്തെ ആവശ്യം. ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു വിധി അവിടെ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് വായിക്കുമ്പോൾ ഈ ചട്ടങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ അത് പാലിക്കാത്ത സർവകലാശാലകളുടെ അംഗീകാരം റദ്ദ് ചെയ്ത് കളയും,
അവർക്ക് ഡിഗ്രി കോഴ്സുകൾ നടത്താനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല തുടങ്ങിയ ഭീഷണികൾ കൂടെ ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനിലുണ്ട്. അതെ, ആ മുമ്പുള്ള റെഗുലേഷൻസിൽ UGCയുടെ സഹായം നിർത്തലാക്കാം, UGC കൊടുത്തിരിക്കുന്ന ഗ്രാൻഡുകൾ നിർത്തലാക്കാം. ഏതിന്? ഈ പ്രത്യേക ഏത് കാര്യത്തിലാണോ UGC ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളത് ആ പ്രത്യേക കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ UGCയുടെ സഹായവും UGCയുടെ ഗ്രാൻഡും നിർത്തലാക്കാം എന്നതായിരുന്നു മുൻപത്തെ റെഗുലേഷൻ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് സംസ്ഥാന സർവകലാശാലകൾക്ക് UGCയുടേതായ യാതൊരു സഹായവും കിട്ടുന്നില്ല. വളരെ ചെറിയ പൈസ റിസർച്ച് ഗ്രാൻഡിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രമേ കിട്ടുന്നുള്ളൂ. മെയിൻ്റനൻസ് പ്ലാൻ ഗ്രാൻഡ് ആയിട്ടും നോൺ പ്ലാൻഡ് ഗ്രാൻഡ് ആയിട്ടും 99% നൽകുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. ഈ സംസ്ഥാന സർവകലാശാലകൾ നടന്നു പോകുന്നത്, പ്രവർത്തിച്ചു പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്നുമാണ്. UGCയുടെ സഹായം ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ട് ഈ UGC റെഗുലേഷൻസ് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ അംഗീകാരം പിൻവലിക്കാം, ഇവർ നടത്തുന്ന കോഴ്സുകളുടെ അംഗീകാരം പിൻവലിക്കാം, അംഗീകൃതമായ യൂണിവേഴ്സിറ്റികളുടെ UGC ലിസ്റ്റിൽ നിന്നും പേര് പിൻവലിക്കാം എന്നൊക്കെ പറയുന്ന വളരെ കർക്കശമായിട്ടുള്ള ശിക്ഷാ നടപടികളുടെ ഭീഷണിയാണ് ഇതിൽ പിറകിൽ നിർത്തുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ UGC എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ എല്ലാം തീരുമാനിക്കുന്ന അവസാന വാക്കായിട്ട് മാറ്റുകയും അത് പൂർണ്ണമായി കേന്ദ്ര സർക്കാരിന്റെ അധീനത്തിൽ വരികയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലാണ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിഗണനയിൽ വരുന്ന ഒരു വിഷയമല്ല. അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പരിഗണനയിൽ വരുന്ന വിഷയമായതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്കും അതിനകത്ത് കൃത്യമായി അവരുടെ നിലപാടെടുക്കുവാനും നിയമങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള അധികാരം ഭരണഘടന പ്രകാരം ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ആ ഭരണഘടന പ്രകാരമായിട്ടുള്ള അധികാരത്തെ തുരങ്കം വെച്ച് അല്ലെങ്കിൽ അതിനെ ഈ UGCയിലൂടെ ഇല്ലാതാക്കുകയും സംസ്ഥാന സർക്കാരുകളെ കേവലം നോക്കുകുത്തികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ജുഡീഷ്യറിയുടെ ജുഡീഷ്യൽ ആ വിധിയുടെ പിൻബലത്തിലാണ് ഇത് മുഴുവനും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് താഴെയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനങ്ങളിലും ഇത് വരുന്നു. ഒരർത്ഥത്തിൽ സർവകലാശാലകളെ മുകളിൽ നിന്നും താഴെ നിന്നും പൂർണ്ണമായി മാറ്റിയെടുക്കുന്ന, അതേസമയം തന്നെ സ്വകാര്യ സർവകലാശാലകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പരിസരം നിർമ്മിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ കാര്യത്തിലേക്ക് വരാൻ പോകുമായിരുന്നു. വെച്ചാൽ അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്ന്, കരാർ നിയമനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന മൊത്തം ഫാക്കൽറ്റിയുടെ 10% എന്ന് പറയുന്ന ആ നിയന്ത്രണം എടുത്തു കളഞ്ഞിരിക്കുന്നു. മുഴുവൻ ഫാക്കൽറ്റിയെ വേണമെങ്കിൽ കരാറായിട്ട് നിയമിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അതുപോലെ ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കും വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറത്തു നിന്ന് വരാം. അതായത് അധ്യാപന മേഖലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾക്കും ഇതിലേക്ക് കടന്നു വരാം എന്നുള്ള വ്യവസ്ഥ വച്ചിരിക്കുന്നു. ഈ വ്യവസ്ഥയ്ക്ക് ഒരുപക്ഷെ ഒരു പോസിറ്റീവായ ആംഗിൾ ഉണ്ടാവായിരിക്കാം. കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളിലൊക്കെ പ്രൊഫഷണൽ മേഖലയിൽ നിന്നുള്ള ആളുകൾ അധ്യാപകരായി വരുന്നത് ഗുണം ചെയ്യും എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് അവിടെ ഉണ്ട്. എങ്കിൽ പോലും ഈ മൊത്തത്തിലുള്ള മാറ്റങ്ങൾ, അതുപോലെ ഈ മികവിൻ്റെ അളവുകൾ പരിഗണിക്കേണ്ടതില്ല എന്ന രീതി, ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു മികവിനെ ബാധിക്കുക? അല്ല, ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ മുമ്പ് ഈ അക്കാഡമിക് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്കെയില് ഓരോന്നിനും പോയിന്റ് കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി, അത് വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവാണ് എന്നൊരു വിമർശനം മുമ്പ് ഉയർന്നു വന്നത് ശരിയാണ്. കാരണം ഏറ്റവും നല്ല രീതിയിൽ 2 ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളായിട്ട് 2 ആർട്ടിക്കിൾ എഴുതിയ ഒരാളെക്കാളിലും മോശമായ 10 ആർട്ടിക്കിൾ എഴുതിയ ആൾക്ക് കൂടുതൽ പോയിന്റ് കിട്ടും, അയാൾക്ക് ജോലി കിട്ടും എന്നുള്ള അവസ്ഥ. അത്തരം ക്വാണ്ടിറ്റേറ്റീവ്, അത് UGCയുടെ ഉടനീളം ഉണ്ടായിട്ടുള്ള പ്രോബ്ലമാണ്. അവർ ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് അവർ ഉടനീളം അവരുടെ മാർഗനിർദ്ദേശങ്ങളും അവരുടെ മാനദണ്ഡങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അത് മാറ്റാൻ അവർ തയ്യാറായിരിക്കുന്നു. പക്ഷേ ആ മാറ്റത്തിൻ്റെ സ്വഭാവം എന്ന് ശ്രദ്ധിക്കുന്നതായാൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അവർ പറയുന്നത്, സമഗ്രമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ.
ഈ സമഗ്രമായ ഇവാലുവേഷൻ നടത്തി ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തി അപേക്ഷകന്റെയോ പഠിപ്പിക്കാനും ഗവേഷണം നടത്താനും മറ്റുമുള്ള കഴിവുകളെ വിലയിരുത്തി അതോടൊപ്പം ആ വ്യക്തിയുടെ സാമൂഹിക പരിഗണനയും സാമൂഹികമായ കടപ്പാടും ഇന്ത്യൻ നോളജ് സിസ്റ്റംസ്, ഭാരതീയ അറിവുകളുടെ, ഭാരതീയ ജ്ഞാന പദ്ധതികളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും കൂടാതെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോടുള്ള പ്രതിപത്തിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ അപ്പോയിന്റ്മെന്റ് നടക്കേണ്ടത് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ തലത്തിൽ എന്ന് പറയുന്നു. ഇവിടെ ഈ സമഗ്രമായ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ വായിക്കേണ്ടത് സിലക്ഷൻ കമ്മിറ്റി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാണ്ടാവുക. ഇവിടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നുള്ള വ്യാജേന കൊണ്ടുവരുന്ന യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഒപ്പേസിറ്റിയാണ്. ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവര് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതിന് ശേഷം ഇവർ മാർക്കിടുന്നു. ഞങ്ങൾ സമഗ്രമായിട്ട് ഇവാലുവേറ്റ് ചെയ്തതാണ്. ആലോചിക്കേണ്ടത് പുതിയ വൈസ് ചാൻസലർ വരുന്ന ഏത് തരത്തിലായിരിക്കും, അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന സിലക്ഷൻ കമ്മിറ്റി ഏത് തരത്തിലായിരിക്കും, അവരുടെ വിലയിരുത്തൽ ഏത് തരത്തിലായിരിക്കും, ഈ ഭാരതീയ ജ്ഞാന പദ്ധതികളിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ വളരെ പ്രത്യയശാസ്ത്രപരമായ ചില രീതികളിൽ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് മുൻതൂക്കം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇതോടെ യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഓരോ വിഷയത്തിലും ഓരോ ഡിസിപ്ലിനിലും അതിനകത്ത് വ്യക്തമായി ഗവേഷണത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും ഒരു ട്രാക്ക് റെക്കോർഡുള്ള അല്ലെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ ഉള്ള ആളേക്കാൾ കൂടുതലായി പ്രധാനമെന്ന് കരുതപ്പെടുന്ന മറ്റു ചില പരിഗണനകൾക്ക് പ്രാമുഖ്യം കൽപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടാവുന്നത്. ഈ ഭാരതീയ ജ്ഞാന പദ്ധതി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മുതലായവയുമായിട്ട് എത്രത്തോളം നിങ്ങൾ ഒത്തുനിൽക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് നിയമനം നടക്കാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ട് പ്രത്യയശാസ്ത്രവൽക്കരണം, ഇറ്റ്സ് എൻ ഐഡിയലോജൈസേഷൻ. ഞാനത് നമ്മൾ വാക്കുകൾ കൃത്യമായിട്ട് പറയേണ്ടി വരും. അപ്പോയിന്റ്മെന്റ്സ് ഐഡിയോളജിക്കലാവാം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പക്ഷത്തോടെ, എന്തിനാ അങ്ങനെ പറയണേ, വലതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന തരത്തിലേക്ക് ഇത് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുകളിൽ നിന്നും താഴെ നിന്നും ആണ് ഇത് രണ്ട് ഭാഗത്ത് നിന്നും ഇതിനെ മാറ്റിയെടുക്കുന്നതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖല തന്നെ പൂർണ്ണമായി സമഗ്രമായൊരു മാറ്റത്തിലേക്ക് ആണത് പോകുന്നത്. അപകടകരമായൊരു മാറ്റത്തിലേക്കാണ് പോകുന്നത്. ഈ ഭാരതീയ ജ്ഞാന പദ്ധതിയോട് ചേർന്ന് നിൽക്കുക, അതിൻ്റെ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് വിലയിരുത്തുക എന്നൊക്കെ പറയുമ്പോൾ, ഈ ശാസ്ത്ര കോൺഗ്രസിലൊക്കെ പോയി പ്രധാനമന്ത്രി പറഞ്ഞ ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ ഇവിടെയാണ് നടന്നത്, അതിൻ്റെ തെളിവാണ് ഗണപതിയുടെ ശിരസ്, ആനയുടെ ശിരസ് ഘടിപ്പിച്ചത് എന്നൊക്കെയുള്ള ജ്ഞാന പദ്ധതികളൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ കൂടുതലായി ഈ സിസ്റ്റത്തിലേക്ക് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ പ്രോബ്ലം എന്താ വെച്ചാല്, ഭാരതീയമായ അല്ലെങ്കിൽ ഇന്ത്യയുടേതായ വളരെ വിപുലവും ആഴത്തിലുമുള്ള ജ്ഞാന പാരമ്പര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ തലത്തിൽ ഇപ്പോൾ ശാരദാ ശ്രീനിവാസന്റെ ഒക്കെ വർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മെറ്റലർജിയുടെ വളരെ വളരെ എന്താ പറയുക ഉയർന്ന തലത്തിലുള്ള വർക്കുകൾ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ സയൻസ് എന്നല്ലേ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നാനോഗ്രാമിന്റെ തലത്തിലേക്ക് വരെ മെറ്റലിനെ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ അറിയുമായിരുന്ന ഒരു കാലം മുഴുവൻ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ശാസ്ത്രീയവും സാമൂഹ്യ ശാസ്ത്രപരവും തത്വചിന്താപരവും സാഹിത്യപരവും ഒക്കെ ആയിട്ടുള്ള ജ്ഞാന പദ്ധതികൾ നമുക്കുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതത് ഡിസിപ്ലിൻസിൽ ആഴമുള്ള ജ്ഞാനം വേണം. ഇപ്പൊ സംസ്കൃതത്തിൽ വേദാന്തം നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരാൾക്കേ അത് പഠിപ്പിക്കാൻ പറ്റില്ല. അതല്ല ഇതിനകത്ത് വരുന്നത്. അത്തരം ജ്ഞാനങ്ങൾ പലപ്പോഴും ഒരു വശത്തേക്ക് മാറ്റുകയും ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇവിടെ കോസ്മെറ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ ഉപരിപ്ലവമായിട്ടുള്ള, വേറൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു 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 താല്പര്യം മുൻപോട്ട് വയ്ക്കുന്ന രീതിയിലുള്ള സോ കോൾഡ് ജ്ഞാന പദ്ധതികൾക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ വരുന്നത്. അതാണ് ഇതിൻ്റെ അപകടവും. നല്ല വൃത്തിയായിട്ട് സംസ്കൃതം പഠിപ്പിക്കുന്ന, സംസ്കൃതത്തിൽ ഉണ്ടാവുന്ന ജ്ഞാന പദ്ധതികൾ പഠിപ്പിക്കുന്ന, തമിഴിലുള്ള ജ്ഞാന പദ്ധതികൾ പഠിപ്പിക്കുന്ന, പ്രാദേശികമായ ജ്ഞാന പദ്ധതികൾ പലതും ഇപ്പോൾ മെറ്റലർജിയെ സംബന്ധിച്ചോ
അല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ശാസ്ത്രീയമായ, അപ്പൊ കെമിസ്ട്രിയുടെ തന്നെ വളരെ വ്യത്യസ്തമായ സംഗതികൾ നമുക്കിവിടെ കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ വർക്ക് പലതും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഗവേഷണമോ പഠനമോ എന്നതിലുപരിയായി അതല്ല ഉണ്ടാവാൻ പോകുന്നത്. മറിച്ച് ഈ ഭാരതീയം 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 എന്ന് പറയുന്ന ഒരു പൊതു വളരെ അംബിഗ്വസ് ആയിട്ടുള്ള കുറെ സംഗതികളെ ആയിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യുക. അതിന്റെ പിറകിലുള്ള രാഷ്ട്രീയ ഉദ്ദേശം എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ആൾക്കാർക്ക് വ്യക്തമാവുകയും ചെയ്യും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ കുറെ കൂടെ കേന്ദ്രീകൃതമാകുന്നു മറ്റു പല മേഖലകളിലും എന്നുള്ളത് പോലെ വിദ്യാഭ്യാസ മേഖല അധികാരവും കുറെ കൂടെ കേന്ദ്ര സർക്കാരിൽ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഒരു സമഗ്ര പദ്ധതിയായിട്ട് നമ്മൾ ഈ മാർഗനിർദ്ദേശങ്ങളെ കാണണം. സംശയമില്ല, അത് തന്നെയാണ് കാര്യം. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി എന്ന് പറയും. യൂണിവേഴ്സിറ്റിയുടെ സ്വയം ഭരണാവകാശം, സ്വയം നിർണയാവകാശം. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരുപോലെയല്ല, ഒരുപോലെ ആകാൻ കഴിയുകയില്ല. അവിടെ വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുപോലെയല്ല, അവിടുത്തെ അധ്യാപകരെല്ലാവരും ഒരുപോലെയല്ല. അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രത്യാശകളും അവരുടെ ഭാവികളും ഒക്കെ വ്യത്യാസപ്പെട്ടതാണ്. അതനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റിയും അതത് വിദ്യാഭ്യാസ ബോഡിക്ക് അല്ലെങ്കിൽ അതത് വിദ്യാർത്ഥികൾ ആരാണോ അവർക്ക് അനുസൃതമായ വിദ്യാഭ്യാസം കരുപ്പിടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ അക്കാഡമിക് ഓട്ടോണമി എന്ന് പറയുന്നത്. കേരളത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു സോഷ്യോളജി വിദ്യാർത്ഥി ചെയ്യുന്ന ഗവേഷണമായിരിക്കില്ല ആസാമിലുള്ള ഒരു വിദ്യാർത്ഥി ചെയ്യുന്നത്. അതിന് കാരണം എന്താണ് എന്ന് വെച്ചാൽ അതത് പ്രദേശത്തെ, അതത് ദേശത്തെ, അതത് സമൂഹത്തിന്റെ ജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെയുള്ള ഒരു ഡിസിപ്ലിനിൽ കേരളത്തിൽ അതിഭീകരമായ കടലിന്റെ കയ്യേറ്റം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട്, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് അതിനനുസൃതമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പദ്ധതികൾ കരുപ്പിടിപ്പിക്കുന്ന രീതിയും, ഹിമാചൽ പ്രദേശിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രാഥമികമായും മലയിടിച്ചിലിന്റെയും മറ്റും ആയിട്ടുള്ള രീതികളിൽ വരുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും, കേരളത്തിൽ അതില്ല എന്നല്ല, ഇതിന്റെ രണ്ടിന്റെയും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. അവ രൂപീകരിക്കുന്ന പദ്ധതികളും രീതിശാസ്ത്രങ്ങളും ആരൊക്കെ ഏതൊക്കെ വിഷയങ്ങളെ കൂട്ടിപ്പിടിക്കണം എന്നുള്ള ചോദ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ഓരോ സമൂഹത്തിനും ആവശ്യമായ ജ്ഞാനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഒരു സർവകലാശാലയുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ സർവകലാശാലയ്ക്ക് അത്തരം ജ്ഞാനങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, പ്രവൃത്തി സ്വാതന്ത്ര്യം നൽകേണ്ടതുണ്ട്. അത് നൽകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്ററി സിസ്റ്റം, സിംഗുലർ ആയിട്ടുള്ള ഏകശിലാരൂപകമായി ഈ രാജ്യത്തുടനീളം ഒരേപോലെയുള്ള യൂണിവേഴ്സിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ കാര്യമായിരിക്കും. അതിൽ മറ്റൊരു പ്രശ്നം കൂടിയുള്ളത്, ആരാണ് ഇത് തീരുമാനിക്കുന്നത്? ഈ UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് എഴുതിയിരിക്കുന്ന ഡൽഹിയിൽ ഇരിക്കുന്ന കുറെ കോസ്മോപോളിറ്റൻ അക്കാഡമിക്സ് എന്ന പേരുള്ളവരും അതിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്നവരാരാ എന്നുള്ളത് വേറെ ചിലരാണ്. പക്ഷെ ഇവർക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലോ ഒറീസയിലോ തമിഴ്നാടിലോ എന്തിന് ഛത്തീസ്ഗഡിലോ ഉള്ള ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ, ഒരു ദളിത് വിദ്യാർത്ഥിയുടെ, ഒരു ആദിവാസി വിദ്യാർത്ഥിയുടെ അവസ്ഥ എന്ത് എന്നതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ആ ധാരണ എന്ന് പറയും, ഇവിടെയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിന്റെ, ബഹുത്വം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിന്റെ ഭാഗമാക്കി മാറ്റേണ്ട ആവശ്യം വരുന്നത്. പക്ഷെ അത്തരമൊരു ബഹുത്വം ഘടനയിൽ തന്നെ, നിയമങ്ങളിൽ തന്നെ, ഇതിന്റെ ഈ രൂപത്തിൽ തന്നെ, നിയമനങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായമായിട്ടാണ്. വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനോട് ബഹുമാനം വേണം, ഡൈവേഴ്സിറ്റി വേണം എന്നുള്ള വാക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് സുന്ദരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത്തരമുള്ള സാധ്യതകൾ മുഴുവനും ആർബിറ്ററിനെസ്സിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് ഇത് പോവുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മുഴുവനും നിൽക്കുന്ന, ഉച്ചരിക്കാത്ത ഒരു വാക്ക് എന്നുള്ളത് ഈ ആർബിറ്ററിനെസ് എന്ന് പറയുന്ന കൃത്യമായ വ്യവസ്ഥയില്ലായ്മയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. വൈസ് ചാൻസലറായിട്ട് ആരെ നിയമിക്കാം, എങ്ങനെ നിയമിക്കാം, എന്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കാം,
കൃത്യമായ വ്യവസ്ഥയില്ല. അധ്യാപകരായിട്ട് ആരെ നിയമിക്കാം, വ്യവസ്ഥയില്ല. ആരെ വേണമെങ്കിൽ നിയമിക്കാം. ഇത് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തുറന്നു കൊടുക്കുന്നതിന് കുറ്റമല്ല പറയുന്നത്. ആ തുറന്നു കൊടുക്കുന്നവർ, അതിന് അധ്യക്ഷം വഹിക്കുന്നവർ ആര് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അത് മിക്കവാറും കേന്ദ്ര സർക്കാരിന്റെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരായിരിക്കും എന്നതുകൊണ്ട് തന്നെ അതിനെ സംശയകരമല്ലാതെ നമുക്ക് നോക്കാൻ കഴിയില്ല. ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കൺകറന്റ് ലിസ്റ്റിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ, സംസ്ഥാന നിയമസഭകളുടെ അധികാരം കവർന്നെടുക്കുന്ന രീതിയിൽ ഇത്തരം റെഗുലേഷൻസ് കൊണ്ടുവരികയും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഉപയോഗിച്ച് ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള നിയമനിർമ്മാണത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ ഉന്നത വിദ്യാഭ്യാസത്തിൽ വൃത്തിയായി നടത്തിയെടുക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഫെഡറലിസം എന്ന് പറയുന്ന സാധ്യത ഇല്ലാതാവുകയും എല്ലാ അർത്ഥത്തിലും സെൻട്രലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണക്രമത്തിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യ രീതിയെ മുഴുവനും മാറ്റിയെടുക്കുവാനുള്ള ശ്രമത്തിലേക്ക് ഇത് പോവുകയും ചെയ്യും. നമ്മൾ രോഗത്തിന്റെയോ ഹെൽത്തിന്റെയോ ഒക്കെ കാര്യങ്ങൾ എടുത്താൽ മതി. ഹെൽത്തിന്റെ ഉദാഹരണം എടുത്താൽ മതി. ഓരോ ഹെൽത്ത് കൺകറന്റ് ലിസ്റ്റിലാണ്. പക്ഷേ അത് കേന്ദ്ര സർക്കാർ നിർണ്ണയിക്കുന്ന മാതിരി മാത്രമേ നടക്കുകയുള്ളൂ എന്ന രീതിയിൽ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കൊണ്ടുവന്നാൽ സംസ്ഥാന നിയമസഭകൾക്കോ സംസ്ഥാന സർക്കാരുകൾക്കോ അതോടൊപ്പം സംസ്ഥാനത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും ഇല്ലാതെ വളരെ സെൻട്രലിസ്റ്റ് ആയിട്ടൊരു സിസ്റ്റമായിട്ട് ഇത് മാറും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവുന്ന ഒരു റെഗുലേഷൻ ആയിരിക്കുമ്പോൾ തന്നെ അതിൽ മാത്രം ചുരുക്കി നിർത്താവുന്ന ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും ഇതിനെ ഗൗരവമായിട്ട് സംബോധന ചെയ്യേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ എം വി നാരായണൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അധികാരങ്ങൾക്ക് മേൽ ഏത് വിധത്തിലാണ് കേന്ദ്ര സർക്കാർ കടന്നു കയറിയത് എന്ന്, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്, അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റു പല മേഖലകളിലേക്കും കടന്നു കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തിന് സംസ്ഥാനം നടപ്പാക്കുന്ന ആരോഗ്യ പദ്ധതികളുടെ പേരുമാറ്റം പോലും കേന്ദ്രത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നടക്കണം എന്ന് നിർബന്ധിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒക്കെ തുടർച്ച മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ ക്രമത്തെ അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ കുറച്ചുകൂടെ ഊർജിതമായൊരു തുടർച്ചയായിട്ട് നമ്മളിതിനെ കാണണം. ഇതിപ്പോൾ UGC ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതിന്മേൽ അഭിപ്രായം അറിയിക്കാൻ അക്കാഡമീഷ്യൻസിനും മറ്റ് പൊതുജനങ്ങൾക്കും ഒക്കെ അവസരം നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാക്കും എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ, ഒരു അമിതാധികാര പ്രവണതയുള്ളൊരു ഭരണകൂടം അധികാരത്തിലിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. ഈ ഡ്രാഫ്റ്റ് തന്നെ അന്തിമ ചട്ടമായി വിജ്ഞാപനം ചെയ്യാൻ തന്നെയാണ് സാധ്യത. അത് മുന്നിൽ കണ്ടുള്ള പ്രതികരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ശബ്ദം ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്ന് മാത്രം ഇൻസൈറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ എം വി നാരായണൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.